Hi dear students, focus area based revision class in the ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോർത്ത് ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നമ്മൾ സാധാരണഗതിയിൽ മാത്തമാറ്റിക്സിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻവോൾവിങ് നാച്ചുറൽ നമ്പേഴ്സ് സൂചിപ്പിക്കാറുള്ളത് പി ഓഫ് എൻ വെച്ചിട്ടാണ്. പി ഓഫ് എൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ പി ഓഫ് എൻ എന്ന് എഴുതിയിട്ടൊരു കോളൻ, ഇതിന് കോളൻ എന്നാണ് പറയാം. കോളൻ സെമി കോളൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1 + 3 + 5 + 7 + etc. + 2n - 1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു n². ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 + 3 + 5 + etc. 2n - 1 ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ n² എന്നായിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് പി ഓഫ് എൻ ആണ്. പി ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻവോൾവിങ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. പി ഓഫ് എൻ 1 + 2 + 3 + etc. + n is equal to n into n + 1/2. Now sum of first n natural numbers answer n into n + 1/2. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻവോൾവിങ് നാച്ചുറൽ നമ്പേഴ്സിന് സൂചിപ്പിക്കാറുള്ളത് പി ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അങ്ങനെ പി ഓഫ് എൻ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പി ഓഫ് എൻ അല്ലെ, ഒന്നാമത്തെ എക്സാമ്പിൾ എടുക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ ഒന്നാമത്തെ എക്സാമ്പിളിൽ പി ഓഫ് എൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പി ഓഫ് 1 ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്, പി ഓഫ് 1 ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. പി ഓഫ് 1 എന്നിട്ട് 2 ഡോട്ട് ഇടുന്നു. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ, 1. ഓക്കെ, അതേസമയം 1 എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എഴുതണം. 1 = 1² എന്ന് എഴുതും. ഇത് ശരിയല്ലേ? നോക്കൂ, 1 = 1. ഇത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം പി ഓഫ് 1 ഈസ് കറക്റ്റ്, ട്രൂ എന്ന് പറയാൻ പറ്റും. അതേസമയം പി ഓഫ് 2 ചോദിച്ചാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പി ഓഫ് 2 ചോദിച്ചാൽ നിങ്ങൾ 2² എന്ന് മാത്രം എഴുതി വെക്കാൻ പാടില്ല. പി ഓഫ് 2 ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതണം. 1 + 3 2 ടേംസ്, 2 അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇവിടുന്ന് 2 ടേം ലെഫ്റ്റിൽ എഴുതും. 1 + 3 ഈസ് ഈക്വൽ ടു ഇവിടെ 2 എന്ന് അപ്ലൈ ചെയ്യും. കാരണം നമ്മൾ പി ഓഫ് 2 ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 2². ഇത് ശരിയാണോ നോക്കൂ. യെസ്, ഇത് 4 ആണല്ലോ. 4 = 4. അപ്പോൾ നമുക്ക് പറയാം പി ഓഫ് 2 ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? പി ഓഫ് 3 ചോദിച്ചാൽ എങ്ങനെ എഴുതണം? പി ഓഫ് 3 ചോദിച്ചാൽ 3² എന്ന് എഴുതിയാൽ പോരാ, അത് തെറ്റാണ്. പി ഓഫ് 3 ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. പി ഓഫ് 3 സാധാരണ ഡോട്ടാണ് ഇടാറുള്ളത് കേട്ടോ. പി ഓഫ് 3 1 + 3 + 5 3 ടേംസ് എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 3 എന്ന് കൊടുക്കും വേണം. ഇത് ശരിയാണോ എന്ന് നമ്മൾ നോക്കാം കേട്ടോ. റൈറ്റ് സൈഡ് 3 കൊടുത്താൽ 3². അപ്പോൾ ഇത്രയും നോക്കൂ, ഇത് 9 = 9. അപ്പോൾ പി ഓഫ് 1 ഇത് കറക്റ്റാണ്, പി ഓഫ് 2 കറക്റ്റാണ്, പി ഓഫ് 3 കറക്റ്റാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണോ എന്ന് നോക്കാനുള്ളൊരു ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ പി ഓഫ് 1 ശരിയാണ്, പി ഓഫ് 2 ശരിയാണ്, അങ്ങനെ എല്ലാവർക്കും ശരിയാണ്, പി ഓഫ് 50 വരെ ശരിയാണ് എന്ന് വിചാരിച്ച് ആ റിസൾട്ട് എല്ലാവർക്കും ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, അത് തെളിയിക്കണമെങ്കിൽ നമുക്ക് ഒരു ടെക്നിക്ക് വേണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ക്ലിയർ ആണല്ലോ? അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ പി ഓഫ് 2 ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? പി ഓഫ് 2 യെസ് 1 + 2. ഇത് ശരിയാണോ നോക്കാൻ ലെഫ്റ്റും റൈറ്റും എഴുതണം. 1 + 2 ഈസ് ഈക്വൽ ടു ഇവിടെ 2 എന്ന് കൊടുക്കുന്നു. 2 × 2 + 1/2. നോക്കൂ, ഇത് 3 ആണല്ലേ. 3 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ചെയ്താൽ നമുക്ക് 3 തന്നെ കിട്ടും. 3 = 3. അപ്പോൾ പി ഓഫ് 2 ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ നിങ്ങളോട് വെറുതെ വേറെ ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറയുന്നു. പി ഓഫ് കെ എഴുതാൻ പറയുന്നു. വാട്ട് ഈസ് പി ഓഫ് കെ? പി ഓഫ് കെ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം? യെസ് 1 + 2 + 3 അങ്ങനെ എത്ര ടേംസ് എഴുതണം? പി ഓഫ് 1 ആണെങ്കിൽ 1 ടേം, പി ഓഫ് 2 2 ടേംസ്, കെ ആണെങ്കിൽ കെ ടേംസ് എഴുതണം. കെ = k × k + 1/2. കണ്ടോ? പി ഓഫ് കെ അല്ലേ എഴുതുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ കെ ടേംസ് എഴുതുന്നു, റൈറ്റ്സിൽ കെ എന്ന് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് പി ഓഫ് കെ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ്റെ പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ. സപ്പോസ് ദർ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ എന്നാണ് പേര് കൊടുക്കുക, ഇൻവോൾവിങ് നാച്ചുറൽ നമ്പേഴ്സ് n. ഓക്കെ, സച്ച് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n = 1. n = 1ന് ഈ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ ഉറപ്പിക്കും. ദാറ്റ് ഈസ് പി ഓഫ് 1 ഈസ് ട്രൂ.
and if the statement is true for n is equal to k is a positive integer, then the statement is also true for k, n is equal to k plus 1, p of k implies p of k plus 1 ആണെങ്കിൽ p of n is true for all natural numbers എന്ന് പറഞ്ഞാൽ p of 1ന് ഈ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ തെളിയിക്കും. അതിന് ശേഷം p of k ശരിയാണ് എന്ന അസംഷനിൽ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ p of k plus 1 ആണ്, തൊട്ടടുത്ത ആൾ അല്ലേ, അത് ശരിയാണെങ്കിൽ ഏത് p of kക്കും ശരിയാണെങ്കിൽ p of k plus 1ഉം ശരിയാണെങ്കിൽ എല്ലാവർക്കും ശരിയായിരിക്കുമെന്നാണ്. ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ആ വീഡിയോ നിങ്ങളൊന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യണേ, നന്നായി ശ്രദ്ധിച്ചോളൂ, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഈ വീഡിയോ നന്നായി ശ്രദ്ധിച്ചല്ലോ. എന്താണ് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്? നോക്കൂ, നിങ്ങൾ ഇവിടെ ഞാൻ 50, 60, 100, ആയിരക്കണക്കിന് ഇങ്ങനെ ബ്രിക്സുകളെ വരിയായിട്ട് വെച്ചു. നമുക്കറിയാം ഈ ബ്രിക്സുകളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഡോമിനോസിൻ്റെ കട്ടകളാണിത് അല്ലേ. ഡോമിനോസിൻ്റെ കട്ടകൾ ഇങ്ങനെ വരിയായിട്ട് വെച്ചു, 1000 എണ്ണം വെച്ചു ഞാൻ. ഈ 1000 എണ്ണം ഞാൻ വെച്ചത് മുഴുവനായിട്ടും വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ് നോക്കൂ, ഈ ഫസ്റ്റ് ഡോമിനോസിൻ്റെ ഈ ഫസ്റ്റ് ബ്രിക്ക് എന്തായാലും വീഴണം അല്ലേ. ഫസ്റ്റ് ബ്രിക്ക് വീണ് എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ ഞാൻ എന്തൊരു കാര്യം ചെയ്താൽ മതി, എല്ലാ കട്ടയും വീഴണം എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഏതൊരു ബ്രിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഏതൊരു ബ്രിക്കും ഇങ്ങനെ വീഴ്ന്നു പോവുകയാണിത്. അതിനിടയിൽ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ഈ ഫുൾ കട്ടകൾ വീഴുമോ? ഇല്ല, അവിടെ നിന്ന് സ്റ്റോപ്പായി പോകും അല്ലേ. നിങ്ങൾക്കറിയാം, ചെറിയ ലോജിക്കാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് ബ്രിക്ക് വീണ് എന്ന് ഞാൻ ഉറപ്പ് വരുത്തണം. ഇതാ ഫസ്റ്റ് ബ്രിക്ക് വീണ് എന്ന് ഞാൻ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഏതൊരു ബ്രിക്ക് വീണാലും തൊട്ട് മുമ്പിലുള്ള മുമ്പിനെ ഉദ്ദേശിച്ചത് ഇങ്ങോട്ടാണ്, പോകുന്ന വഴിയാണ്, മുന്നോട്ട് കേട്ടോ. തൊട്ട് മുന്നിലുള്ള ഏതൊരു കട്ട വീണാലും തൊട്ട് മുന്നിലുള്ള കട്ട വീഴും എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഏതൊരു കട്ട വീണാലും തൊട്ടടുത്ത ആൾ വീഴും എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും എല്ലാ ബ്രിക്കുകളും വീണിരിക്കും. പിന്നെ നമ്മൾ ഓരോന്നിനും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇൻഡക്ഷൻ്റെ പ്രൊസീജിയർ. ഈ ഫസ്റ്റ് നമുക്ക് p of 1 എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ ഏതൊരു കട്ട വീണാലും എന്ന് പറഞ്ഞാൽ അല്ലേ, p of k ഇത് ശരിയാണെങ്കിൽ തൊട്ടടുത്താക്കും ശരിയായിരിക്കും എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആളുകൾക്കും ശരിയായിരിക്കും. ഈ ഒരു ലോജിക്കിലാണ് യഥാർത്ഥത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1ന് ശരിയാണെന്ന് തെളിയിക്കും, അതിനുശേഷം k എന്ന് പറയുന്ന ഏതോ ഒരു നമ്പറിന്, ഏതോ ഒരു കട്ട, ഏതോ ഒരു ബ്രിക്ക് അതിന് ശരിയാണെന്ന് അസ്യൂം ചെയ്യും, അത് വീഴുമെന്ന് അസ്യൂം ചെയ്താൽ തൊട്ടടുത്ത ആളും വീഴും. ആ രൂപത്തിലാണ് നമ്മൾ ഈ ബ്രിക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? ആ ഒരു ടെക്നിക്കിലാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് ക്ലിയർ ആവും. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സീരീസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നേരത്തെ കണ്ടില്ല സീരീസ് p of n, ഒരുപാട് ഐറ്റംസ് ചോദ്യങ്ങൾ ഇതിലുണ്ടെങ്കിലും സീരീസ് മോഡൽ ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതാണിപ്പോൾ ഇതൊരു സീരീസാണ്, 1 + 2 + 3 + etc. n = n + n/2. നമുക്കിത് തെളിയിക്കണം. പ്രൂവ് ദാറ്റ് 1 + 2 + 3 + etc. n = n × n + n/2 യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ ഇതിന് p of n എന്നൊന്നും പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിന് p of n എന്ന പേര് കൊടുക്കുകയാണ്, സ്റ്റേറ്റ്മെൻറ്റിന് ആദ്യമായിട്ട് പേര് കൊടുക്കുകയാണ് p of n. ഓക്കെ, ലെറ്റ് p of n = 1 + 2 + 3 + etc. + n = n × n + n/2. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് p of 1 ശരിയാണോ എന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ p of 1 എഴുതാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെ p of 1 ഞാൻ എഴുതിയത്? p of 1 എഴുതാൻ വേണ്ടിയിട്ട് p of 1 എഴുതുന്നു, 2 ഡോട്ട് ഇടുന്നു, ഈക്വൽ ടു എഴുതരുത്, കാരണം ഇവിടെ ഓൾറെഡി ഒരു ഈക്വൽ ടു ഉള്ളത് കൊണ്ടാണ്. p of 1 എഴുതുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് 1 എഴുതും, 1 = റൈറ്റ് സൈഡിൽ നമ്മൾ 1 എന്ന് കൊടുക്കണം. പുട്ട് n = 1 ആണ് അല്ലേ. 1 × 1 + 1/2. ഇത് ശരിയാണെങ്കിൽ നമുക്ക് p of 1 ശരിയാണെന്ന് പറയാം. ലെഫ്റ്റ് സൈഡിൽ 1 തന്നെയാണ്, റൈറ്റ് സൈഡിൽ നമുക്ക് ഈ 2 ക്യാൻസൽ ആവും, 1 തന്നെ കിട്ടും. ഇത് ശരിയല്ലേ? ശരിയാണ്. therefore p of 1 is true. p of 1 is true. ഇതാണ് ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, എല്ലാവർക്കും എഴുതാലോ. നെക്സ്റ്റ് ഇൻഡക്ഷൻ്റെ അസംഷൻ്റെ സ്റ്റെപ്പാണ്. അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. നോക്കൂ, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതേണ്ടത് ഇതേ മോഡൽ തന്നെയാണ് കേട്ടോ. ഈ മോഡൽ കീപ്പ് ചെയ്യണം. assume that p of k is true. assume that p of k is true. ഓക്കെ, അപ്പോൾ ഈ p of k ശരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ്, നോക്കൂ,
ഇനി പി ഓഫ് കെ എന്ന് എഴുതണം നിർബന്ധമില്ല, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പി ഓഫ് കെ എന്ന് എഴുതിയിട്ട് 2 ഡോട്ട് ഇടുന്നു. 1 + 2 + 3 + അങ്ങനെ ഏതുവരെ എഴുതണം? യെസ്, കെ വരെ എഴുതണം. കെ ഈക്വൽ ടു n × n+1/2 കെ കൊടുത്താൽ കെ × k+1/2. കെ വരെ ഈ റിസൾട്ട് ശരിയാണ്. ഓക്കെ, കെ വരെയുള്ള റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് മെയിൻ സ്റ്റെപ്പ്. ഇൻഡക്ഷൻ്റെ പ്രൊസീജിയർ ഇവിടെയാണ് അവസാനിക്കുന്നത്. നൗ പി ഓഫ് k+1 നമ്മൾ ചെയ്യുന്നു. പി ഓഫ് k+1 ഈസ് ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു തന്നെ എഴുതണം കേട്ടോ. പി ഓഫ് k+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടണം? നോക്കൂ, 1 + 2 + 3 + അങ്ങനെ ഏതുവരെ എഴുതണം? പ്ലസ് കെ എഴുതി. ഇത് കെ വരെയാണ് അല്ലേ? നെക്സ്റ്റ് ആളാരാ? യെസ്, അടുത്ത ആളെ പേര് k+1. അടുത്ത ടേം k+1 അല്ലേ? k+1 എന്ന് എഴുതി. ഇപ്പോൾ k+1 ടേംസ് എഴുതി. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ, ഇവിടെ റൈറ്റ് എഴുതിയേക്കാൻ പാടില്ല. റൈറ്റ് എന്ത് കിട്ടണം? ഇതാ ഈ എന്നിൻ്റെ പൊസിഷനിൽ, ഇവിടെ n ആണല്ലേ, എന്നിൻ്റെ പൊസിഷനിൽ k+1 എന്ന് വരണം. അപ്പോഴാണ് ഇത് k+1 ശരിയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നിൻ്റെ പൊസിഷനിൽ k+1 എന്നാൽ എന്താ വായിക്കുക? k+1 × k+1+1 k+2/2. k+1 × k+2/2 എന്ന ആൻസർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് k+1 ശരിയാണ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു, നോക്കൂ, 1 മുതൽ k വരെയുള്ളതിൽ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് k × k+1/2 എന്ന് എഴുതി. k × k+1/2, കാരണം 1 മുതൽ k വരെ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് ഇട്ട് ലാസ്റ്റ് ടേം നോക്കൂ, k+1. ലാസ്റ്റ് ടേം ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എഴുതുന്നു, k+1 എന്ന് എഴുതി. വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ആൻസർ പി ഓഫ് k+1 ശരിയാണ് എന്ന് പറഞ്ഞാൽ ആൻസർ വരേണ്ടത് ഈ എന്നിൻ്റെ പൊസിഷനിൽ k+1 കൊടുത്താൽ എന്താണോ ആൻസർ ലഭിക്കുന്നത് അതായിരിക്കണം ആൻസർ. ക്ലിയർ? നോക്കാം നമുക്ക്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു. k × k+1 + 2 × k+1 ഹോൾ ഡിവൈഡ് ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ k+1 കോമൺ ഫാക്ടർ അല്ലേ? നോക്കൂ, ന്യൂമറേറ്ററിൽ k+1 ഞാൻ കോമൺ ഫാക്ടർ എടുത്തുന്നു. ബാക്കി ഇവിടെ k+1 പോന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് k ആണ്. പ്ലസ് ഇട്ടു, ഇവിടെ 2 ആണുള്ളത്, k+2 ഡിവൈഡ് ബൈ 2. നോക്കൂ, നിങ്ങൾ ആൻസറിലേക്ക് നോക്കൂ. ഈ റിസൾട്ട് എന്നിൻ്റെ പൊസിഷനിൽ k+1 കൊടുത്താൽ എന്താ കിട്ടുക? ഫസ്റ്റ് k+1 കിട്ടി, കണ്ടോ? ഇതോ k+1 + 1 k+2/2. ഇത്രയും എഴുതിയാൽ ഇതിൻ്റെ പ്രൂഫായി. ദെർഫോർ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ദെർഫോർ പി ഓഫ് k+1 ഈസ് ട്രൂ. പി ഓഫ് k+1 ഈസ് true whenever p of k is true. whenever p of k is true എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p of k ശരിയാവുന്ന കാലത്തോളം, p of k ശരിയാവുന്നിടത്തോളം കാലം p of k+1 ശരിയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എല്ലാവർക്കും ശരിയായിരിക്കും. therefore p of n is true. p of n is true for all natural numbers. all natural number. ആ വീഡിയോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഏതൊരു ബ്രിക്ക് വീണ് കഴിഞ്ഞാലും തൊട്ടടുത്തുള്ള ബ്രിക്കും വീഴും എന്നുള്ള രൂപത്തിലാണ് ഇത് വച്ചതെങ്കിൽ എല്ലാ ബ്രിക്സും വീണിട്ടുണ്ടാവും. ഓക്കെ, എല്ലാ ബ്രിക്സും വീണിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ പി ഓഫ് കെ ശരിയാണെങ്കിൽ തൊട്ടടുത്താക്കും ഇത് ശരിയാണ് എന്ന് നമ്മൾ കെ ഏതോ നമ്പറാണ്, കെ ഏത് നമ്പറും ആവാം, 100ാമത്തെ ബ്രിക്ക് ആവാം, 1000 ആവാം, കെ ഏത് നമ്പറും ആവാം. ഓക്കെ, ഏത് നാച്ചുറൽ നമ്പറും ഏത് പോസിറ്റീവ് നമ്പറും ആവാൻ പറ്റും, അല്ലെങ്കിൽ ഏത് നാച്ചുറൽ നമ്പറും ആവാൻ പറ്റും. അങ്ങനെ ഒരു കേക്ക് ശരിയാണെന്ന് അസംഷനിൽ തൊട്ടടുത്താക്കും ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചാൽ പിന്നെ എല്ലാവർക്കും അത് ശരിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ നിങ്ങൾ. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ 1 + 3 + 5 + etc. 2n - 1 അല്ലേ? ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. സം ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് n² നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഈ റിസൾട്ട് ശരിയാണ് എന്ന് തെളിയിക്കണം. അതിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഞാൻ പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുന്നില്ല, കാരണം ക്വസ്റ്റ്യനിൽ പി ഓഫ് എൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് 1 ശരിയാണെന്ന് ഉറപ്പ് വരുത്താനാണ് അല്ലേ? പി ഓഫ് 1 ശരിയാണെന്ന് നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ എ, വെരിഫൈ പി ഓഫ് 1 ഈസ് ട്രൂ. അപ്പോൾ എങ്ങനെ പി ഓഫ് 1 എഴുതുന്നു? പി ഓഫ് 1 എന്ന് എഴുതുന്നു, 2 ഡോട്ട് ഇടുന്നു, ഇവിടെ ഒരു ടേം എഴുതുന്നു, 1 ഈക്വൽ ടു, ഓക്കെ, 1 ഈക്വൽ ടു ഒരു പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടേം എഴുതണം. ഓക്കെ, റൈറ്റ് സൈഡിൽ 1 എന്ന് കൊടുക്കും വേണം. 1² 1 = 1² ശരിയല്ലേ? 1 = 1 വിച്ച് ഈസ് ട്രൂ. ദെർഫോർ P of 1 is true. P of 1 is true. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫിനിഷ്ഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനി പി ഓഫ് 1 തെളിയിക്കേണ്ട ആവശ്യമില്ല. പി ഓഫ്
വൺ ശരിയാണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് എഴുതി വെക്കാം പി ഓഫ് വൺ ഈസ് ട്രൂ എന്ന് എഴുതി വെക്കാം. ഇൻഡക്ഷൻ്റെ പ്രൊസീജിയറിൽ ആദ്യം പി ഓഫ് വൺ വേണ്ടത് കൊണ്ടാണ് എഴുതിയത്. പി ഓഫ് എൻ ആണ് തെളിയിക്കേണ്ടത് അല്ലേ. പി ഓഫ് എൻ തെളിയിക്കാനുള്ള മാർഗം പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസംഷനാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. എന്തുകൊണ്ടത് തെളിയിക്കാത്തത്? ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തത് കൊണ്ടാണ്. അടുത്ത സ്റ്റെപ്പ് ഇതാണ്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ഈസ് ട്രൂ. എന്താ പി ഓഫ് കെ ശരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ദാറ്റ് ഈസ് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് 2k മൈനസ് 1 ഉണ്ടോ. എന്നിൻ്റെ സ്ഥാനത്ത് കെ എന്ന് കൊടുത്തു. ഇതിൻ്റെ ആൻസർ എപ്പോഴും കെ സ്ക്വയർ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. 1 മുതൽ 2k മൈനസ് 1 വരെ ആഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? കെ സ്ക്വയർ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നൗ ഇതേ മോഡലാണ് എല്ലാ ക്വസ്റ്റിനും ആൻസർ എഴുതേണ്ടത് നിങ്ങൾ കേട്ടോ. നൗ പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1 എന്നത് ശരിയാണെന്ന് നമ്മൾ തെളിയിക്കണം. പി ഓഫ് കെ പ്ലസ് 1 ഇസിക്വൽ ടു എങ്ങനെ എഴുതാം? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര 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 പ്ലസ് 2k മൈനസ് 1 എന്ന് എഴുതി. ഇത് പി ഓഫ് കെ ആയിട്ടുള്ളൂ കണ്ടോ. ഒരാളും കൂടി എഴുതണം, തൊട്ടടുത്ത ടേം എങ്ങനെ കിട്ടുക നോക്കൂ നിങ്ങൾ. ഇത് 1 പ്ലസ് 2 ആണ്. പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 അങ്ങനെ പോയതാണ്. അപ്പോൾ 2k മൈനസ് 1ൻ്റെ കൂടെ പ്ലസ് 2 ചെയ്താൽ എന്ത് വരും? മൈനസ് 1 പ്ലസ് 1 ചെയ്താൽ 2k ആയി. 2k പ്ലസ് 1 എന്ന് വരും അല്ലേ. 2k പ്ലസ് 1 എന്നായിരിക്കും അടുത്ത ടേം അല്ലേ. 1 പ്ലസ് 2 ആണ്. എല്ലാത്തിനോടും കൂടെ പ്ലസ് 2 ചെയ്തതാണ്. അപ്പോൾ ഇതിനോട് പ്ലസ് 2 ചെയ്താൽ 2k പ്ലസ് 1 ആയിരിക്കും. ഇനി നോക്കൂ, ഇതിൻ്റെ ആൻസർ എന്ത് വരണമെന്നാണ് നമ്മുടെ ഉദ്ദേശം? യെസ്, ഇവിടെ പി ഓഫ് കെ ആണെങ്കിൽ കെ സ്ക്വയർ. ഇപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ എന്നിൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1 സ്ക്വയർ എന്ന് വരണം. കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന ആൻസർ കിട്ടണം. നോക്കാം നമുക്ക്. ഇതാ നോക്കൂ, 1 മുതൽ 2k മൈനസ് 1 വരെയുള്ളതിന് നമ്മളിവിടെ പി ഓഫ് കെ റീപ്ലേസ് ചെയ്തു. കെ സ്ക്വയർ എന്ന് എഴുതി കണ്ടോ. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 മുതൽ 2k മൈനസ് 1 വരെയുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? കെ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ലാസ്റ്റ് ടേം എന്താണ് നോക്കൂ, 2k പ്ലസ് 1. ഇനി ശരിക്കും ശ്രദ്ധിച്ച് നോക്കൂ, കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ എക്സ്പാൻഷനാണ് യഥാർത്ഥത്തിൽ? യെസ്, കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ അല്ലേടോ. കെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടി നോക്കൂ, പി ഓഫ് കെ പ്ലസ് 1ൻ്റെ ആൻസർ കറക്റ്റ്. ഈ എന്നിൻ്റെ പൊസിഷനിൽ നമ്മൾ കെ പ്ലസ് 1 എന്ന് കൊടുത്താൽ എന്താണോ ലഭിക്കുന്നത് അതിൻ്റെ സ്ക്വയർ ലഭിച്ചു കണ്ടോ. കെ പ്ലസ് 1 സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കൃത്യമായിട്ട് ലഭിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ദെയർഫോർ കൺക്ലൂഷൻ ശ്രദ്ധിക്കണം. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ whenever പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ശരിയാവുന്നിടത്തോളം കാലം പി ഓഫ് കെ പ്ലസ് 1ഉം ശരിയായിരിക്കും. ദെയർഫോർ പി ഓഫ് എൻ ഈസ് ട്രൂ. പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. Consider the statement P of n 1 plus 3 plus 3 square plus etc. 3 raised to n minus 1 is equal to 3 raised to n minus 1 by 2. ഇവിടെ ന്യൂമറേറ്ററിലാണ് n minus 1. ഇവിടെ minus 1 സെപ്പറേറ്റ് ആണ് കേട്ടോ. രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. നന്നായി ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ. നമുക്ക് നോക്കാം പി ഓഫ് 1 ശരിയാണോ നോക്കാം. പി ഓഫ് 1 എന്ന് എഴുതുന്നു. ഇവിടെ ഒരു ടേം എഴുതുന്നു. 1 ഈസ് ഈക്വൽ ടു ഇവിടെ 1 എന്ന് അപ്ലൈ ചെയ്യുന്നു. 3 raised to 1 minus 1 by 2. 1 ഈസ് ഈക്വൽ ടു 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. 2 by 2 1. ഇത് ശരിയല്ലേ? ശരിയാണ്. ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് നമുക്ക് എഴുതാം. പി ഓഫ് 1 ഈസ് ട്രൂ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം കേട്ടോ. പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് എഴുതുന്നു. രണ്ടാമത്തത്, വെരിഫൈ ദാറ്റ് പി ഓഫ് എൻ വിൽ ബി ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എൻ ശരിയാണെന്ന് നമ്മൾ തെളിയിക്കണം. പി ഓഫ് എൻ ശരിയാണെന്ന് തെളിയിക്കാനുള്ള മാർഗ്ഗമാണ് ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ഈസ് ട്രൂ അത് നമ്മൾ തെളിയിക്കുന്നില്ല, കാരണം മുകളിൽ ഇവിടെ തെളിയിച്ചത് കൊണ്ടാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ അത് മാത്രമാണെങ്കിൽ അത് തെളിയിക്കണം. അടുത്ത സ്റ്റെപ്പ് അസംഷനാണ്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ മീനിങ് എഴുതി വെക്കണം. എന്താണ് പി ഓഫ് കെ ശരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 raised to k minus 1. എന്നിൻ്റെ പൊസിഷനിൽ k minus 1 കൊടുത്താൽ മതി. അപ്പോൾ പി ഓഫ് കെ കിട്ടും. ഈസ് ഈക്വൽ ടു 3 raised to k minus 1 by 2. പി ഓഫ് കെ ശരിയാണ് നമ്മൾ അസ്യൂം ചെയ്തു.
നെക്സ്റ്റ് ആണ് നമ്മുടെ പ്രൊസീജിയർ അല്ലേ. നൗ പി ഓഫ് കെ പ്ലസ് വൺ എഴുതുന്നു. പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു പി ഓഫ് കെ പ്ലസ് വൺ ലെഫ്റ്റ് ഈസിയാണ്. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് കെ പ്ലസ് വൺ ടേംസ് എഴുതണം പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 ഫുള്ളായിട്ട് ന്യൂമറേറ്ററിലാണ്. പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. 3 സ്ക്വയർ 3 ക്യൂബ് 3 റേസ് ടു കെ മൈനസ് 1. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ആൻസർ? 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു കെ എന്ന് വരും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടേം കിട്ടി. ഇതിൻ്റെ ആൻസർ എന്താ വരേണ്ടത്? ഇങ്ങോട്ട് നോക്കൂ. ഈ എന്നിൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ കൊടുത്താൽ എന്താ ആൻസർ വരിക? 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1/2. ഇതാണ് നമ്മുടെ ആൻസർ. ഈ ആൻസറിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതിലേക്കാണ് ഈ ആൻസർ എത്തേണ്ടത്. നോക്കാം നമുക്ക്. 1 മുതൽ 3 റേസ് ടു കെ മൈനസ് 1 വരെ ഉള്ളതിന് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. 3 റേസ് ടു കെ മൈനസ് 1/2 പ്ലസ് ലാസ്റ്റ് ടേം ഇത് അവിടെ കിടക്കുന്നുണ്ട് 3 റേസ് ടു കെ. ക്ലിയർ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 ഇൻറ്റു 3 റേസ് ടു കെ. 2 ഇൻറ്റു 3 റേസ് ടു കെ ഇങ്ങനെ തന്നെ എഴുതണം. 2 ഇൻറ്റു 3 റേസ് ടു കെ. ഒരിക്കലും 6 റേസ് ടു കെ എന്ന് എഴുതരുത്. സാധാരണ കുട്ടികൾ വരുന്നൊരു മിസ്റ്റേക്കാണ്. 2 ഇൻറ്റു 3 റേസ് ടു കെ ഒരിക്കലും 6 റേസ് ടു കെ അല്ല. 2 ഇൻറ്റു 3 റേസ് ടു കെ എന്ന് തന്നെ എഴുതണം. ക്ലിയർ? ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 റേസ് ടു കെ 2 ഇൻറ്റു 3 റേസ് ടു കെ പിന്നെ പ്ലസ് ഇത് രണ്ടും അടുത്തടുത്ത് എഴുതുക കേട്ടോ. 2 ഇൻറ്റു 3 റേസ് ടു കെ പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1/2. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ് കേട്ടോ. വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2 3 റേസ് ടു കെ 1 3 റേസ് ടു കെ 2 3 റേസ് ടു കെ 2 പേന പ്ലസ് 1 പേന. ഈ 3 റേസ് ടു കെനെ പേന എന്ന് വായിച്ച് നോക്കൂ. 2 പേന പ്ലസ് 1 പേന അപ്പോൾ എത്രയായി? 3 പേന. 3 പേന എന്ന് എങ്ങനെ എഴുതുക? 3 3 റേസ് ടു കെ കണ്ട മൈനസ് 1/2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു കെ ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 3 റേസ് ടു കെ പ്ലസ് 1 എന്നാണ് വരിക. 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1/2. ക്ലിയർ അല്ലേ? നോക്കൂ നമ്മൾ കിട്ടിയിരിക്കുന്ന ആൻസർ നോക്കൂ. നമ്മൾ ആദ്യം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആൻസർ. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി. therefore p of k plus 1 is true whenever p of k is true. ഇതിൻ്റെ കൺക്ലൂഷൻ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതണം. 2 ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരുന്നു. therefore p of k plus 1 is true whenever p of k is true. therefore p of n is true for all natural numbers എന്നാണ് അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ. ഓക്കെ, വളരെ ഈസിയാണ്. പി ഓഫ് 1 വളരെ ഈസി ആയിട്ട് കിട്ടും. അസംഷൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതാൻ പറ്റും. ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഈ ആൻസറിൽ എന്നിൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 കൊടുത്താൽ എന്താണോ ആൻസർ കിട്ടുന്നത് അതായിരിക്കണം ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. പ്രൂവ് ദാറ്റ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്രാ n ക്യൂബ് is equal to n into n plus 1/2 the whole square. ഓക്കെ, ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് എന്ന് പേര് കൊടുക്കുകയാണ്. സമയപരിമിതി മൂലം ഞാൻ ഇവിടെ തന്നെ പേര് കൊടുക്കുക കേട്ടോ. റൈറ്റ് സൈഡിലാണ് പേര് കൊടുക്കുന്നത്. നിങ്ങളിങ്ങനെയല്ല കൊടുക്കുക, ലെഫ്റ്റിലാണ് പേര് കൊടുക്കേണ്ടത്. പി ഓഫ് എന്ന് പേര് കൊടുത്തു. ഇനി ഞാൻ പി ഓഫ് 1 എഴുതുന്നു. വാട്ട് ഈസ് പി ഓഫ് 1? പി ഓഫ് 1 എന്ന് എഴുതാൻ 1 ക്യൂബ് അല്ലേ, ഒരു ടേം എഴുതുന്നു. 1 ക്യൂബ് is equal to 1 into 1 plus 1/2 the whole square എന്ന് എഴുതി. ഇത് ശരിയാണോ നോക്കണം, ലെഫ്റ്റും റൈറ്റും. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്ത് 1 സ്ക്വയർ എന്ന് കിട്ടി. 1 is equal to 1 എന്ന് കിട്ടി. therefore p of 1 is true. ശരിയാണല്ലോ. ഒന്നാമത്തതിന് തന്നെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. പി ഓഫ് 1 തെറ്റിയാൽ ഒന്നാമത്തെ ബ്രിക്ക് വീണിട്ടില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ ബ്രിക്കും വീഴില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പി ഓഫ് 1 കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി. നെക്സ്റ്റ് അസംഷനാണ്, ഇൻഡക്ഷൻ്റെ അസംഷൻ. assume that p of k is true. p of k is true. ദാറ്റ് ഈസ്, അപ്പോൾ പി ഓഫ് കെ നമ്മൾ എഴുതി വെക്കുന്നു. പി ഓഫ് കെ ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്രാ കെ ക്യൂബ്. കെ വരെ ക്യൂബ് ചെയ്താൽ ആൻസർ കെ ഇൻറ്റു കെ പ്ലസ് 1/2 ദി ഹോൾ സ്ക്വയർ ആണ്. ജസ്റ്റ് കണ്ടോ, എന്നിൻ്റെ സ്ഥാനത്ത് കെ എന്ന് കൊടുത്താൽ കഴിഞ്ഞു. അപ്പോൾ കെ വരെ ഉള്ളതിന് ശരിയാണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ അസംഷൻ. നെക്സ്റ്റ് ആണ് ഇൻഡക്ഷൻ്റെ മെയിൻ പ്രൊസീജിയർ. നൗ p of k plus 1 is equal to പറയൂ ആൻസർ. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് കെ ക്യൂബ് പ്ലസ് നെക്സ്റ്റ് ടൈം എന്താ നോക്കൂ. അടുത്ത ടൈം കെ പ്ലസ് 1 ദി ഹോൾ ക്യൂബാണ്. കെ പ്ലസ് 1 ദി ഹോൾ ക്യൂബ്.
കെ പ്ലസ് വൺ ദി ഹോൾ ക്യൂബ്. അതാ ഓരോ ടേം എഴുതി കെ പ്ലസ് വൺ ടേംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യേണ്ടത് കെ വരെ ഉള്ളതിന് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. കെ ഇൻറ്റു കെ പ്ലസ് വൺ ബൈ ടു ദി ഹോൾ സ്ക്വയർ, കെ ഇൻറ്റു കെ പ്ലസ് വൺ ബൈ ടു ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ടേം നോക്കൂ, കെ പ്ലസ് വൺ ദി ഹോൾ ക്യൂബ്, കെ പ്ലസ് വൺ ദി ഹോൾ ക്യൂബ്. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടണം? ആൻസർ ലഭിക്കാൻ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എവിടേക്ക് എത്തണം എന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇത്ര ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മുടെ ചോദ്യത്തിൽ എന്നിൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ എന്ന് കൊടുത്താൽ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ബൈ ടു ദി ഹോൾ സ്ക്വയർ എന്ന ആൻസർ കിട്ടണം. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിവിടെ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാം സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു, കെ സ്ക്വയർ, ഇത് കെ സ്ക്വയർ ആണ്, കെ പ്ലസ് വൺ സ്ക്വയർ ആണ്, പ്ലസ് ഇത് 4 ആണ് യഥാർത്ഥത്തിൽ, 2ൻ്റെ സ്ക്വയർ അല്ലേ, 4 ഇൻറ്റു കെ പ്ലസ് വൺ ദി ഹോൾ ക്യൂബ് ആണ്, ഡിവൈഡഡ് ബൈ 4. ശരിയല്ലേ? ഡിവൈഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കോമൺ ഫാക്ടർ നോക്കൂ, കെ പ്ലസ് വൺ സ്ക്വയർ കോമൺ ഫാക്ടർ ആണ് അല്ലേ? കെ പ്ലസ് വൺ സ്ക്വയർ കോമൺ ഫാക്ടർ ആണ്, കെ പ്ലസ് വൺ സ്ക്വയർ. ബാക്കിയുള്ളത് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ കെ സ്ക്വയർ ഉണ്ട്, കെ സ്ക്വയർ പ്ലസ് ഇവിടെ 4 ഇൻറ്റു കെ പ്ലസ് വൺ ഉണ്ട്, 4 ഇൻറ്റു കെ പ്ലസ് വൺ. ഒരു കെ പ്ലസ് വൺ സ്ക്വയർ ഇവിടെ പോകുന്നല്ലോ, ഡിവൈഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കെ പ്ലസ് വൺ സ്ക്വയർ ഉണ്ട്, ഇത് കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്ന് പറഞ്ഞാൽ കെ പ്ലസ് ടുവിൻ്റെ സ്ക്വയർ ആണ്, കെ പ്ലസ് ടു സ്ക്വയർ, കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 കണ്ടോ, 4k പ്ലസ് 4 അല്ലേ, ഡിവൈഡഡ് ബൈ 4. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, ഇത് കെ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ, കെ പ്ലസ് ടുവിൻ്റെ സ്ക്വയർ ബൈ 4. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഡിവൈഡ് ബൈ 2. ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്ക്വയർ അല്ലേ നോക്കൂ ഇത് അല്ലേ, കെ പ്ലസ് വൺ സ്ക്വയർ, കെ പ്ലസ് ടു സ്ക്വയർ ബൈ 4. അതിപ്പോൾ എന്ത് മനസ്സിലായി? ഇതാ എന്നിൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ കൊടുത്താൽ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് 1, അതാണ് കെ പ്ലസ് ടു ബൈ 2 ദി ഹോൾ സ്ക്വയർ. ദെർഫോർ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ whenever p of k is true, whenever p of k is true. Therefore p of n is true for all natural numbers. Clear ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇവിടെ അടുത്ത ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര 3 സ്ക്വയർ പ്ലസ് n സ്ക്വയർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്നാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് എന്ന് പേര് കൊടുക്കുന്നു. ഞാൻ പി ഓഫ് എന്ന് ഇവിടെ പേര് കൊടുക്കാൻ തൽക്കാലം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, സമയം ദീർഘിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പേര് കൊടുക്കുന്നു. ഓക്കെ, പി ഓഫ് 1, what is p of 1? p of 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 into 1 plus 1, 2 plus 1 by 6. That is 1 is equal to, ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 into 3 divided by 6. ഇത് ക്യാൻസൽ ചെയ്താൽ 1 തന്നെ വരും അല്ലേ? 1 is equal to 1. Therefore p of 1 is true. ശരിയല്ലേ? p of 1 is true. ഞാൻ സ്പീഡിൽ എഴുതട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് അസംഷൻ ആണ്. assume that p of k is true. Assume that p of k is true. That is, ഇങ്ങനെ p of k എഴുതുക, p of k 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ ചെയ്താൽ ആൻസർ k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡ് ബൈ 6. ക്ലിയർ? ഇനി നമുക്ക് ആസ് മെയിൻ സ്റ്റെപ്പാണ് ഇൻഡക്ഷൻ്റെ. നൗ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു എന്നാണ് എഴുതുന്നത്, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, 1 2 3 കെ എത്തിയല്ലേ? ഇനി അടുത്തത് കെ പ്ലസ് 1 ആണ്, കെ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ വരെ ഉള്ളതിന് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം, കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡ് ബൈ 6. ഇത് അവിടെ ഉണ്ടല്ലോ, പ്ലസ്
ലാസ്റ്റ് ടേം ഇവിടെ ബാക്കിയാവുന്നുണ്ട് കെ പ്ലസ് വൺ ദി ഹോൾ സ്ക്വയർ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു 2k പ്ലസ് വൺ ഇൻറ്റു പ്ലസ് 6 ഇൻറ്റു കെ പ്ലസ് വൺ ദി ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 6. നമ്മൾ കെ പ്ലസ് വൺ ഇതിൽ നിന്ന് കോമൺ ഫാക്ടർ എടുക്കുന്നു. കെ പ്ലസ് വൺ കോമൺ ഫാക്ടർ എടുത്താൽ ബാക്കി കെ ഇൻറ്റു 2k പ്ലസ് വൺ, കെ ഇൻറ്റു 2k പ്ലസ് വൺ പ്ലസ് 6 ഇൻറ്റു കെ പ്ലസ് വൺ ഡിവൈഡ് ബൈ 6 എന്നായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കെ പ്ലസ് വൺ ഇൻറ്റു ഇത് 2k സ്ക്വയർ പ്ലസ് കെ, 2k സ്ക്വയർ പ്ലസ് കെ പ്ലസ് 6k പ്ലസ് 6 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ആദ്യത്തെ ടേം കെ പ്ലസ് വൺ, ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ കെ പ്ലസ് വൺ ഇൻറ്റു ഇതിനെ കെ പ്ലസ് ടു ഇൻറ്റു 2k പ്ലസ് 3 എന്ന് എഴുതാൻ പറ്റും. 2k പ്ലസ് 3 ഡിവൈഡ് ബൈ 6 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇവിടെ മനസ്സിലാക്കേണ്ടത് നോക്കൂ, എന്നിൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ എന്ന് കൊടുത്താൽ എന്താ വരേണ്ടത്? ഇവിടെ ഫസ്റ്റ് എന്നിൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ, ഇവിടെ കെ പ്ലസ് വൺ, ഇവിടെ കെ പ്ലസ് വൺ പ്ലസ് വൺ, അപ്പം കെ പ്ലസ് ടു, 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ. കറക്റ്റ് അല്ലേ? 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ 2k പ്ലസ് 3 ആയിരിക്കും. നോക്കൂ, 2 ഇൻറ്റു, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക, 2 ഇൻറ്റു കെ പ്ലസ് വൺ, ഈ എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് വൺ കൊടുത്ത് 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ 2k പ്ലസ് 2 പ്ലസ് 1, അതാണ് 2k പ്ലസ് 3 എന്നിവിടെ വന്നിരിക്കുന്നത് ഡിവൈഡ് ബൈ 6. അപ്പോൾ നമുക്ക് ഈ ആൻസർ നോക്കിയാൽ തന്നെ എന്താണ് ഫൈനൽ വരേണ്ടത് എന്ന് നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ക്ലിയർ? ഇനി കൺക്ലൂഷൻ ഞാനിവിടെ എഴുതുന്നില്ല, സമയം ദൈർഘ്യമായി പോകുമെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ എഴുതുന്നില്ല. നിങ്ങൾ കൺക്ലൂഷൻ എഴുതണം. ദെർഫോർ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ വെനെവർ പി ഓഫ് കെ ഈസ് ട്രൂ, ദെർഫോർ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അനദർ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഇവിടെ നമുക്ക് ആദ്യം പി ഓഫ് വൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പി ഓഫ് വൺ, ഇവിടെയൊക്കെ പി ഓഫ് വൺ എഴുതുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. പി ഓഫ് വൺ എന്ന് എഴുതി ഒരു ടേം ലെഫ്റ്റ് എന്ന് എഴുതുന്നു. 1/1 ഇൻറ്റു 2 എന്നാണ് ഇത് വായിക്കേണ്ടത്, ഒരിക്കലും 1.2 എന്ന് വായിക്കരുത്. 1/1 ഇൻറ്റു 2 പ്ലസ് 1/2 ഇൻറ്റു 3 പ്ലസ് 1/3 ഇൻറ്റു 4 പ്ലസ് 1/n ഇൻറ്റു n പ്ലസ്, ഇവിടെ കണ്ടില്ലേ ഇൻറ്റു ആണ്, കംപ്ലീറ്റ് ഇൻറ്റു എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ 1/1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് 1 എന്ന് എഴുതി. ഇത് ശരിയാണോ നോക്കൂ? യെസ്, ഇത് 1/2 ആണ്. 1/2 ഈസ് ഈക്വൽ ടു 1/2 വിച്ച് ഈസ് ട്രൂ. ദെർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് നമ്മൾ എഴുതി. P of 1 is true. Next assumption അല്ലേ? assume that P of k is true. Assume that P of k is true. That is, അതിൻ്റെ മീനിങ് എഴുതി വെക്കണം. P of k ശരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/1 ഇൻറ്റു 2 പ്ലസ് 1/2 ഇൻറ്റു 3 പ്ലസ് എക്സെട്ര, അങ്ങനെ k വരെ എഴുതണം അല്ലേ? പ്ലസ് 1/k ഇൻറ്റു കെ പ്ലസ് വണ്ണിൻ്റെ ആൻസർ എന്തായിരിക്കും? കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി ഈ അസംഷൻ വെച്ചിട്ട് നമ്മൾ പി ഓഫ് കെ പ്ലസ് വണ്ണിലേക്ക് നീങ്ങുകയാണ്. നൗ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ കെ പ്ലസ് വൺ ടേംസ് എഴുതണം. 1/1 ഇൻറ്റു 2 പ്ലസ് 1/2 ഇൻറ്റു 3 പ്ലസ് പ്ലസ് എക്സെട്ര പ്ലസ് 1/kth ടേം ഏതാ? 1/k ഇൻറ്റു കെ പ്ലസ് വൺ. ഇപ്പോൾ പി ഓഫ് കെ ആയിട്ടുണ്ട്. പ്ലസ് കെ പ്ലസ് വൺ ടേം ആകുമ്പോൾ തൊട്ടടുത്ത പദം എഴുതണം. ഏതാ തൊട്ടടുത്തത്? നോക്കൂ, ഇവിടെ 1 2 3 അങ്ങനെ പോവല്ലേ. അപ്പോൾ ഇവിടെ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു എന്നായിരിക്കും. നന്നായി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. ക്ലിയർ? ഇനി ഇവിടെ നോക്കൂ, കെ വരെ ഉള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? കെ ബൈ കെ പ്ലസ് വൺ എഴുതാം. കെ വരെ ശരിയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതി. 1 മുതൽ കെ വരെ പി ഓഫ് കെ ശരിയാണല്ലോ. പ്ലസ് ലാസ്റ്റ് ടേം മാത്രം ഇവിടെ ബാക്കിയായി. 1/k പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇനി ആൻസറിലേക്ക് ഒരു കണ്ണുണ്ടാവണം. എന്താണ് ആൻസർ വരേണ്ടത്? എന്നിൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1 ഡിവൈഡ് ബൈ കെ പ്ലസ് 1 പ്ലസ് 1, കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 2 എന്ന് കിട്ടണം. നോക്കാം നമുക്ക്. ഇവിടെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, കോമൺ ഫാക്ട് എടുക്കുന്നു. ഇവിടെ താഴെ കെ പ്ലസ് 1 ഉണ്ട്, ഇവിടെയും കെ പ്ലസ് 1 ഉണ്ട്, കെ പ്ലസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 വേണമെങ്കിൽ കോമൺ ഇവിടെ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഞാൻ LCM എടുത്തു. അപ്പോൾ ഇവിടെ കെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് എഴുതണം? കെ പ്ലസ് 2 എന്ന് എഴുതണം. പ്ലസ്
ഇവിടെ 1 മാത്രം എഴുതിയാൽ മതി, കാരണം 1ൻ്റെ താഴെ k പ്ലസ് ഇപ്പോൾ 2 റേഡിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എക്സ്പാൻഡ് ചെയ്താൽ k² പ്ലസ് 2k പ്ലസ് 1 ഡിവൈഡ് ബൈ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ നോക്കൂ നിങ്ങൾ. ന്യൂമറേറ്റർ k പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ അല്ലേ. k പ്ലസ് 1 ദി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണത്. ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2. ഇവിടെ ഒരു k പ്ലസ് 1ഉം ഒരു k പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്താൽ ബാക്കി ഉണ്ടാകുന്നത് k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k പ്ലസ് 2 എന്നായിരിക്കും. ഈ സ്ക്വയറിൽ ഒരാളും ഈ k പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്തു. ഇത് ഇങ്ങനെ അങ്ങ് ക്യാൻസൽ ചെയ്തു. ഈ സ്ക്വയറിലുള്ള ഒരാളും ഈ k പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായി k പ്ലസ് 1 ബൈ k പ്ലസ് 2. ഇപ്പോൾ എന്ത് മനസ്സിലായി നോക്കൂ. എന്നിൻ്റെ പൊസിഷനിൽ നമ്മൾ k പ്ലസ് 1 കൊടുത്താൽ ഇവിടെ k പ്ലസ് 1 k പ്ലസ് 1 പ്ലസ് 1 k പ്ലസ് 2. ദെർഫോർ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ദെർഫോർ കൺക്ലൂഷൻ നിങ്ങൾ എഴുതാൻ മറക്കരുത്. പി ഓഫ് k പ്ലസ് 1 ശരിയാണ്, ഈസ് ട്രൂ വെനെവർ പി ഓഫ് k ഈസ് ട്രൂ. അങ്ങനെ തന്നെ എഴുതണേ, വെനെവർ പി ഓഫ് k ഈസ് ട്രൂ. പോരാ, ദെർഫോർ പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കൂടെ എഴുതണം. നെക്സ്റ്റ് 7. 1 into 2 plus 2 into 3 plus 3 into 4 plus etc. n into n plus 1 is equal to n into n plus 1 n plus 2 divided by 3. നമുക്ക് സ്പീഡിലൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇത് പറയുന്നത്. ഇപ്പോൾ പി ഓഫ് എന്ന് പേര് കൊടുക്കണം നിങ്ങൾ ഫസ്റ്റ് എഴുതും. ഞാനിവിടെ പേര് കൊടുക്കുന്നില്ല, സമയം വൈകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരിട്ട് ആൻസർ എഴുതാണ്. പി ഓഫ് 1 എഴുതുന്നു. പി ഓഫ് 1 into 2 എന്ന് അത് വായിക്കേണ്ടത്. നേരത്തെ വായിച്ചതുപോലെ 1.2 എന്ന് വായിക്കരുത്. 1 into 2 2 into 3 plus 3 into 4 അങ്ങനെ വായിക്കണം. അപ്പോൾ 1 പി ഓഫ് 1 എഴുതുന്നു. 1 into 2 ഇവിടെ 1 എന്ന് കൊടുക്കുന്നു. 1 into 1 plus 1 into 1 plus 2 ഡിവൈഡഡ് ബൈ 3. 1 into 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഈ 3 ക്യാൻസലായി 2 എന്ന് തന്നെ കിട്ടും. ഓക്കെ, therefore പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് അസംഷൻ ആണ്. അസ്യൂം ദാറ്റ് പി ഓഫ് k ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് പി ഓഫ് k ഈസ് ട്രൂ. അതിൻ്റെ മീനിങ് എഴുതണം. പി ഓഫ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 പ്ലസ് 2 into 3 പ്ലസ് എക്സെട്ര എക്സെട്ര k into k plus 1 ഈസ് ഈക്വൽ ടു k into k plus 1 into k plus 2 ഡിവൈഡഡ് ബൈ 3 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പി ഓഫ് k plus 1 എഴുതാൻ പോവുകയാണ്. നൗ പി ഓഫ് k plus 1 ഈക്വൽസ് പറയൂ. ആദ്യം പി ഓഫ് k തന്നെ എഴുതേണ്ടി വരും അല്ലേ. 1 into 2 പ്ലസ് 2 into 3 പ്ലസ് എക്സെട്ര 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 പ്ലസ് k into k plus 1 പ്ലസ് അടുത്ത ടൈം എന്തായിരിക്കും? ഒന്നും കൂടെ പ്ലസ് ചെയ്യുക. k plus 1 into k plus 2 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് k വരെയുള്ളതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. k into k plus 1 into k plus 2 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതി. ലാസ്റ്റ് ടേം k plus 1 into k plus 2 എന്ന് എഴുതി. ഇതിൻ്റെ ആൻസറിലേക്ക് നോക്കൂ. എന്താ ആൻസർ വരേണ്ടത്? എന്നിൻ്റെ പൊസിഷനിൽ k plus 1 കൊടുത്താൽ k plus 1 k plus 2 k plus 3 by 3 എന്ന് വരണം. ഓക്കെ, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. k into k plus 1 into k plus 2 into plus 3 into k plus 1 into k plus 2 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ന്യൂമറേറ്ററിൽ കോമൺ ഫാക്ടർ നോക്കൂ. ഏതെല്ലാമാണ് കോമൺ? k plus 1 k plus 2 കോമൺ ആണ് അല്ലേ. ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കത് കോമൺ ഫാക്ടർ എടുക്കുന്നു. സോ k plus 1 k plus 2 കോമൺ ഫാക്ടർ എടുത്തു. ഇവിടെ ബാലൻസ് ഉള്ളത് k ആണ്, പിന്നെ പ്ലസ് ഇട്ടു. ഇവിടെ ബാലൻസ് ഉള്ളത് 3 ആണ്. k plus 3 ഡിവൈഡഡ് ബൈ 3. ഇനി ആൻസറിലേക്ക് നോക്കൂ. ഇതാ ഇവിടെ k plus 1 കൊടുത്തൊന്ന് വായിച്ചു നോക്കൂ. യെസ്, k plus 1 പിന്നെ k plus 1 plus 1 k plus 2 k plus 1 plus 2 k plus 3 divided by 3. Therefore p of k plus 1 is true. പോരാ, whenever p of k is true, whenever p of k is true. അത്ര എഴുതിയാൽ പോരാ. Therefore p of n is true for all natural numbers. All natural numbers എന്നുള്ളതിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പി ഓഫ് എൻ. ശ്രദ്ധിച്ചിരിക്കുക.
പി ഓഫ് വൺ എഴുതുന്നു. പി ഓഫ് വൺ ഫസ്റ്റ് ടേം ഏതാ 1/2 റൈറ്റ് സൈഡ് 1 മൈനസ് 1/2 അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു 1/2 ശരിയല്ലേ? ദെർഫോർ പി ഓഫ് വൺ ഈസ് ട്രൂ എന്ന് എഴുതുന്നു. പി ഓഫ് വൺ ഈസ് ട്രൂ. ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. പി ഓഫ് വൺ ഈസ് ട്രൂ. നെക്സ്റ്റ് അസംഷൻ ആണ് അല്ലേ? assume that P of k is true. P of k is true. That is എങ്ങനെ എഴുതാം? P of k എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം കേട്ടോ. P of k എന്ന് ഡോട്ട് കൊടുക്കുന്നു. 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര 1/2n is equal to 1 മൈനസ് 1/2k എന്ന് എഴുതി. ഇവിടെ k എന്ന് എഴുതണം കേട്ടോ. 1 മൈനസ് 1/2k. ഇനി പി ഓഫ് കെ പ്ലസ് വൺ എഴുതുന്നു. നൗ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2k എന്ന് എഴുതി. തൊട്ടടുത്ത ടേം എഴുതണം. തൊട്ടടുത്ത ടേം ഏതാ? പ്ലസ് 1 ഇവിടെ 2 ആണ്. 2 സ്ക്വയർ 2 ക്യൂബ് 2k വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം ഒരു പവർ കൂട്ടി കൊടുക്കണം. 2k പ്ലസ് 1. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും നോക്കൂ. k വരെയുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് 1/2k എന്ന് എഴുതി. ഇതാ k വരെയുള്ളത് ശരിയാണ്. പ്ലസ് 1/2k പ്ലസ് 1. അപ്പോൾ നമ്മൾ ഈ 1 മണി തൊടാൻ പാടില്ല. 1 അതേപോലെ അങ്ങ് എഴുതുകയാണ്. 1 മൈനസ് 1/2k പ്ലസ് ഇതിന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. 2k ഇൻറ്റു 2 എന്ന് എഴുതുന്നു. 2k ഇൻറ്റു 2 ആണല്ലോ 2k പ്ലസ് 1. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇവിടെ രണ്ടിലും 1/2 കോമൺ ആണ്. 1/2 ഞാൻ കോമൺ ഫാക്ട് എടുത്തു. ബാക്കി ഇവിടെ 1/2k ആണ് ഇവിടെ കോമൺ ഫാക്ടർ. 1/2k കോമൺ ആണ്. 1/2k ഇവിടെയുണ്ട്. ബാക്കി ഉണ്ടാവുക ഇവിടെ 1 ഉണ്ടാവുക അല്ലേ? 1/2k എന്ന് 1/2k പോന്നാൽ ബാക്കി 1. ഇവിടെ പ്ലസ് ഉള്ളത്, പക്ഷേ ഇവിടെ മൈനസാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൈനസ് എഴുതി. മൈനസ് ആണല്ലോ പ്ലസ്. 1/2k പോന്നാൽ ബാക്കി 1/2 എന്നുണ്ടാവും. 1 മൈനസ് 1/2 ശരിയല്ലേ? 1/2k ഇൻറ്റു 1 മൈനസ് 1/2k മൈനസ് പ്ലസ് 1/2k ഇൻറ്റു 1/2 1/2k ഇൻറ്റു 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2k ഇൻറ്റു 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് തന്നെയല്ലേ? 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇവിടെ വീണ്ടും നോക്കൂ. 1/2k ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1/2k പ്ലസ് 1. അപ്പോൾ ആൻസർ ശരിയായില്ലേ? 1 മൈനസ് 1/2k പ്ലസ് 1. 1 മൈനസ് 1/2k പ്ലസ് 1 ശരിയായില്ലേ? പി ഓഫ് കെ പ്ലസ് 1 ശരിയായില്ലേ? നോക്കൂ. 1 മൈനസ് 1/2 ഇൻറ്റു ഇവിടെ എൻ്റെ പോസ്റ്റിൽ k പ്ലസ് 1 കൊടുത്താൽ 1/2k പ്ലസ് 1. ദെർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ whenever P of k is true. Whenever P of k is true. Therefore P of n is true for all natural numbers. P of k ശരിയാവുന്നിടത്തോളം കാലം P of k പ്ലസ് 1 ശരിയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ശരിയായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത്. കൃത്യമായിട്ട് പഠിച്ചാൽ 1-2 ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.